ഇന്ന് നവംബർ 1 കേരള പിറവി ദിനം. ഈ കേരള പിറവി ദിനത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രഖ്യാപനമാണ് നമ്മളുടെ കേരള സർക്കാർ ചെയ്തിട്ടുള്ളത്. അതായത് കേരളം അതിദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മളുടെ കേരള ഗവൺമെന്റ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് രാജീവ് ചന്ദ്രശേഖർ എന്താണ് പറയുന്നത് കേട്ടു നോക്കാം. കേരളത്തില് ഒരു 8-10 ലക്ഷം ജനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ഞാൻ മുഖ്യമന്ത്രിക്ക് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ എടുത്തോട്ടെ, അതല്ല ഞാൻ പറയേണ്ടത്. ഈ പറയുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും രാജീവ് ചന്ദ്രശേഖർ ഇതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. കാരണം എന്തെങ്കിലും തരത്തിൽ എതിർക്കാൻ സാധിക്കുമെങ്കിൽ എതിർത്ത് തന്നെ, പക്ഷെങ്കിൽ അതിന് യാതൊരു സ്കോപ്പും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനെ എതിർക്കാത്തത്. ഇനി ക്രെഡിറ്റിന്റെ കാര്യം അതൊന്ന് കേട്ടിട്ട് വരാം. അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിന്റെ കാരണം എന്താണ്, ഇതിന്റെ പോളിസി ഫ്രെയിംവർക്ക് എന്താണ്, കഴിഞ്ഞത് 70 കൊല്ലം നടക്കാത്ത ഇഷ്യൂ എങ്ങനെ കഴിഞ്ഞ 8-10 കൊല്ലത്തിൽ നടന്നു, ഇതെല്ലാം കൃത്യമായിട്ടും നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന കാര്യത്തിൽ എന്തായാലും തർക്കത്തിന് അവർ മുതിരുന്നില്ല. ക്രെഡിറ്റിന്റെ കാര്യത്തിലാണ്. അതിലൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്നാൽ ഇതുപോലെ ഇന്ത്യയെ മുഴുവൻ അതിദാരിദ്ര്യമുക്തമാക്കി ആ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കണം എന്നൊരു ഉപദേശം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു മുൻപായി ക്രെഡിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ 8-10 കൊല്ലം ഈ ഒരു അതിദാരിദ്ര്യമുക്ത കേരളമാക്കാൻ വേണ്ടി ഒരു 8 വർഷം 10 വർഷം മതിയോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ, അതായത് BJP ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റിൽ BJP ആണ് ഭരിക്കുന്നത്, മറ്റു സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നുണ്ട്, അവിടെ എന്തുകൊണ്ട് ഇത് സാധിച്ചില്ല? ഇതൊരു 8-10 വർഷം അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷൻ അല്ല, അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവർക്ക് മാത്രമുള്ളതല്ല. എത്രയോ വർഷങ്ങളായിട്ടുള്ള പോളിസീസും സ്കീംസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ചേർന്നിട്ടുള്ള, അതായത് എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷനിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് പിണറായി സർക്കാരിനോ അല്ലെങ്കിൽ BJP എന്താണ് ചെയ്തിട്ടുള്ളത്? കേരളത്തിന് കിട്ടേണ്ട പല ഫണ്ടുകളും BJP മുടക്കിയിട്ടുണ്ട്, അതായത് സെൻട്രൽ ഗവൺമെന്റ് മുടക്കിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ സോക്കോൾ സംഘികൾ അത് മറന്നേക്കാം, പക്ഷേ സാധാരണ കേരളത്തിലുള്ള ജനങ്ങൾ അത് മറക്കില്ല. എന്തൊക്കെ ഫണ്ടുകൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്? കേരളത്തിൽ ഇതുവരെ ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ അഴിമതി മുക്തമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അഴിമതി ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഹെൽത്ത് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, മറ്റു ഇൻഫ്രാസ്ട്രക്ചർ ആവട്ടെ, എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള പോളിസീസും സ്കീംസും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെൻഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പെൻഷൻസിൽ പെൻഡിങ് ഒക്കെ വരാറുണ്ടെങ്കിലും പെൻഷൻ സ്കീമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ ഇപ്പോൾ തന്നെ ബീഹാർ ഇലക്ഷൻ വരുന്നുണ്ട്. ഇലക്ഷനിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്, അതായത് അവർ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് ക്ഷേത്രം ഉണ്ടാക്കുമെന്നാണ്, വേറൊന്ന് പല സ്ഥലങ്ങളുടെ പേര് മാറ്റുമെന്നാണ്. ഇതൊക്കെയാണ് അവർ ഇലക്ഷന് വേണ്ടി, അതായത് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി, വോട്ട് കിട്ടാൻ വേണ്ടി ജനങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ. സ്ഥലങ്ങളുടെ പേര് മാറ്റുക, അതുപോലെ പച്ച വർഗീയത പറയുക. അതായത് BJPയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ അവിടെ ഉണ്ടെങ്കിൽ പച്ച വർഗീയത പറഞ്ഞിരിക്കും. എന്തിന് നമ്മളുടെ പ്രധാനമന്ത്രി പോലും പച്ച വർഗീയതയാണ് പല സ്ഥലങ്ങളിലും പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ തന്നെ നമ്മളുടെ ക്യാപിറ്റൽ, അതായത് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ്. അതിന്റെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് പോയി കഴിഞ്ഞു, ഇന്ദ്രപ്രസ്ഥം ആക്കണമെന്ന്. ഇതുപോലുള്ള പേരുകൾ മാറ്റുകയാണ് മറ്റു സംസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളം അങ്ങനെയല്ല. കേരളം ഇവിടുത്തെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ സാറേ, അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യൂ, എന്നിട്ട് പറയൂ ഇത് ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന്. പിന്നെ ഈ ക്രെഡിറ്റ് പിണറായി വിജയൻ സർക്കാരിന് മാത്രമുള്ളതല്ല. ഇതുവരെ കേരളം ഭരിച്ചതും അതുപോലെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ ജനങ്ങളും, എല്ലാവർക്കും ഇതിന്റെ ക്രെഡിറ്റ് ഒരുപോലെ ഉള്ളതാണ്. അല്ലാതെ ഗവൺമെന്റിന് മാത്രമല്ല. ജനങ്ങളുടെ സപ്പോർട്ടും പിന്തുണ ഇല്ലാതെ ഒരു സർക്കാരിനും ഇതുപോലെ വിജയിക്കാൻ പറ്റില്ല. ഇതുപോലത്തുള്ള വലിയൊരു അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ ഈ അച്ചീവ്മെന്റിൽ ഒരു സംശയം വേണ്ട, അച്ചീവ്മെന്റ് നടന്നിട്ടുണ്ടാവും. കാരണം അല്ലെങ്കിൽ ഇതിനെ എതിർത്തിട്ട് BJP വന്നിരിക്കും, പക്ഷേ ഒന്നും ആരും സംസാരിക്കുന്നില്ല. അതിനർത്ഥം
കേരളം സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്ത കേരളമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay. Thank you.